ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള 34 കോടി രൂപയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത. ജയിലിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിഞ്ഞിരുന്ന റഹീം എന്ന മനുഷ്യനെ മലയാളികൾ ഒന്നിച്ച് കൈകോർത്ത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. 34 കോടി രൂപയും സമാഹരിച്ചിരിക്കുന്നു. കേരളം ഒറ്റക്കെട്ടായി സമാഹരിച്ച ഈ ദൗത്യത്തിന് കൊടുക്കണം കൈയടി. 2006 മുതൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ റിയാദിലെ പ്രവാസി സമൂഹം ഒറ്റക്കെട്ട്, റിയാദിലെ മാത്രമല്ല പ്രവാസ ലോകത്തുള്ള മൊത്തം ആളുകളും നമ്മുടെ ഈ ദൗത്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ റിയാദിലെ മലയാളി സമൂഹം ഏകദേശം 75ഓളം വരുന്ന സംഘടനകളുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു അവർ ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. റഹീമിന് സംഭവിച്ച ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അദ്ദേഹത്തെ ഏത് വിധേനയും മോചിപ്പിച്ചുകൊണ്ട് ഈ കണ്ണീരൊഴുക്കുന്ന ഉമ്മായുടെ അരികിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ ഈ ധൈര്യപൂർവ്വമുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ തുക ഏറ്റെടുക്കാൻ. ഈ വലിയ തുക 34 കോടി എന്ന് പറയുന്നത് വലിയ തുകയാണ്. 15 മില്യൺ റിയാൽ എന്ന് പറയുന്നതും വലിയ തുകയായിരുന്നു. ആ തുക ഏറ്റെടുത്തുകൊണ്ട് റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. അവരോടുള്ള കടപ്പാടും കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് ഈ ട്രസ്റ്റിന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ ആപ്പ് വഴിയും ബാങ്കിലേക്ക് വരുന്ന ചൊവ്വാഴ്ചയായിരുന്നു തീയതി കുറിച്ചിരുന്നത്. അതിന് മുൻപ് 34 കോടി രൂപ എന്ന് പറയുന്നത് വലിയ ഒരു സംഖ്യയായിരുന്നു. എങ്കിൽ മലയാളികൾ ഒന്നിച്ച് കൈകോർത്തപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ തുക നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാവുകയാണ്. ഫായിസിന്റെ കുടുംബത്തിന് എംബസി വഴി 34 കോടി രൂപ കൈമാറുന്നതിലൂടെ അബ്ദുൾ റഹീം തടവറയിൽ നിന്ന് നാടിന്റെ തണലിലേക്ക് നമ്മൾ മലയാളികൾക്കിടയിലേക്ക് മടങ്ങിയെത്തും. ആ ഉമ്മയുടെ കണ്ണീർ ചിരിയായി മാറാൻ പോവുകയാണ്. അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിനൊപ്പം കേരളം മുഴുവൻ നിന്നു. 18 വർഷമായി തടവറയിലായിരുന്നു അബ്ദുൾ റഹീം. 26-ാം വയസ്സിൽ ഒരു ജോലി തേടി പോയതാണ്. ഒരു മാസത്തെ ശമ്പളം പോലും വാങ്ങുന്നതിന് മുൻപ് ജയിലിൽ അകപ്പെട്ട അബ്ദുൾ റഹീമിന്റെ മോചനം 18 വർഷത്തിനിപ്പുറം സാധ്യമാവുകയാണ്. കേരളം ഒറ്റക്കെട്ടായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം സമാഹരിച്ച് ഒരാളുടെ ജയിൽ മോചനം സാധ്യമാക്കിയിരിക്കുകയാണ്. ദയാധന സമാഹരണം വിജയം കണ്ടിരിക്കുന്നു. ഇതിന് മുന്നിട്ടിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ആശംസാ പ്രവാഹമാണ് പലയിടങ്ങളിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കുടുംബം കൈകോർത്തിരിക്കുകയാണ്. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് 34 കോടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നാടൊരുമിച്ചാൽ എന്തും സാധ്യമാകുമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുന്നു അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യം. 1 കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക. ദിസ് ഈസ് ദി റിയൽ സ്റ്റോറി ഓഫ് കേരള. കേട്ടോ, ഇതാണ് ശരിക്കും കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. പരമാവധി സഹകരിച്ച മാധ്യമങ്ങൾക്കും എല്ലാവർക്കും, ബ്ലോഗേഴ്സിനോടും എല്ലാവർക്കും, സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രാദേശിക കമ്മിറ്റികൾക്കും, വനിതാ കൂട്ടായ്മ എല്ലാം ഒറ്റവാക്കിൽ നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ ടീം ഇതിന്റെ ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനത്തിന്, ഈ ഒരു റിസൾട്ടിന് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അൺഇന്ററപ്റ്റഡ് ആയി ട്രാൻസാക്ഷൻസ് വരുന്ന സ്പൈൻ കോഡിന്റെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. ആ ആപ്ലിക്കേഷന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇവിടുത്തെ നാട്ടുകാരും പ്രാദേശിക കമ്മിറ്റിയും പ്രവർത്തിച്ച ആളുകൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബാബ സമത്തടക്കമുള്ള എല്ലാ ആളുകളെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ കമ്മിറ്റിക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മളെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു രാവും പകലുമുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതൊരു 10-50 ചെറുപ്പക്കാർ മൊത്തം അതിന് രാപ്പകലും അധ്വാനിച്ച് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും റഹീമിന്റെ കൂടെ നിന്ന്, ഈ കുടുംബത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ വളരെ ദുഃഖത്തിന്റെ നിമിഷങ്ങൾ കടന്നുപോയി. ഇപ്പം കടന്നു പോകുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുക. നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവരും റഹീം തിരിച്ചു വരുന്നവരെ പ്രാർത്ഥിക്കാം, റഹീമിന് വേണ്ടിട്ട്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നടന്നത് സമാനതകളില്ലാത്ത ധനസമാഹരണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 34 കോടി രൂപ സമാഹരിച്ചത് അന്തിമ തീയതിയായ 16-ാം തീയതിക്ക് 2 ദിവസം മുൻപ് തന്നെയാണ്. എംബസിക്ക് ഈ തുക കൈമാറി അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. 18 വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ്. കൊലക്കുറ്റം ചുമത്തി ജയിലിലടച്ച് അപ്പീൽ പോയപ്പോഴൊക്കെ അതിൽ തിരിച്ചടി നേരിട്ട് കിടക്കുന്ന അബ്ദുൾ റഹീമിനായി കൈകോർത്ത് നാടൊന്നിച്ച് ധനസമാഹരണം നടത്തി മോചനദ്രവ്യം തയ്യാറാക്കിയിരിക്കുന്നു. 34 കോടി രൂപ ഇനി എംബസി
പ്രവാസി വഴി കൈമാറുക, അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാക്കുക എന്നതാണ് അടുത്ത ദൗത്യം. ഒരു നാടൊന്നാകെ അതിനായി ഒരുമിച്ചിറങ്ങി അതിന് മുൻകൈയെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള മനുഷ്യസ്നേഹികളെയും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ റിപ്പോർട്ടറിലൂടെ നൽകിയ ഒരു വാഗ്ദാനം കൂടിയുണ്ട്. അബ്ദുൾ റഹീം തിരികെ എത്തിക്കഴിയുമ്പോൾ, അതായത് 18 വർഷമായി അവിടെ ജയിലിൽ കഴിയുകയാണ്, 2006 ഒരു ഡ്രൈവർ ആകാൻ പോയതാണ്. ആ ഡ്രൈവർ ജോലി വിദേശത്ത് തന്നെ വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ നാട്ടിൽ റോൾസ് റോയ്സ് ഓടിക്കാൻ ഒരു ഡ്രൈവറായി നിയമിക്കും എന്നാണ് ബോബി ചെമ്മണ്ണൂർ റിപ്പോർട്ടറിലൂടെ നൽകിയ ഉറപ്പ്. അത് തനിക്ക് ആ ഒരു വാഗ്ദാനം താൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അത് നമ്മൾ വിടുന്നത് എന്തായാലും അബ്ദുൾ റഹീമിനാണ്. അബ്ദുൾ റഹീമിന്റെ ഒപ്പം ഒരു നാട് മുഴുവൻ നിന്ന ഒരു നല്ല വാർത്തയിലായിരുന്നു നമ്മൾ ഇത്രയും നേരം.